എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല, തെളിവുണ്ട്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പച്ച നിറത്തിലുള്ള ഹൃദയ ചിഹ്നം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല, തീർച്ചയാണ്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ മനോമണ്ഡലങ്ങളിൽ എപ്പോഴും നിങ്ങളുണ്ട്. നിങ്ങളല്ലാതെ മറ്റാരെയും ആ വ്യക്തി കാണുന്നില്ല, ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ മാത്രമാണ്. നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെച്ച് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പോകാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ആ വ്യക്തിയുള്ളത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അതിജീവനങ്ങളൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം ക്ഷമിച്ച് വിജയം നേടിയൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. സൗമ്യമായ ചിന്തയും വിനീതമായ സ്വഭാവ സവിശേഷതകളൊക്കെ നിറഞ്ഞതാണ് ആ വ്യക്തി. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അപകടനയെയും കുറിച്ച് കൃത്യമായിട്ട് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായൊരു ചിത്രവുമുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ചിലപ്പോൾ ചില അകലങ്ങളുണ്ടാകുമ്പോൾ, ചില അകൽച്ചകളുണ്ടാകുമ്പോൾ ആ വ്യക്തി ഇനിയും തന്നെ സ്നേഹിക്കില്ലേ, തന്നോടൊപ്പം നിൽക്കുകയില്ലേ എന്നുള്ള സംശയം നിങ്ങളുണ്ടാകാം. അത് ആ വ്യക്തിയുടെ പ്രവൃത്തിയിലും വാക്കുകളിൽ നിന്നുമാണ് നിങ്ങൾ സംശയിക്കുന്നത്. ഇത്രയേറെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചിട്ടും ചിലപ്പോഴൊക്കെ ആ വ്യക്തി പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. ചിലപ്പോഴൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളെ വല്ലാതെ ദുഃഖിപ്പിച്ചേക്കാം. അതൊക്കെ കേൾക്കുമ്പോഴും അതൊക്കെ അറിയുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തിയായിട്ട് എന്തുകൊണ്ട് എന്നെ വെറുക്കുന്ന രീതിയിൽ സംസാരിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുകയോ നിങ്ങളിൽ നിന്നുണ്ടായതായിട്ട് ചിലർ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തേക്കാം. അത് ഒരുപക്ഷെ കളവായിരിക്കാം. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ എങ്ങനെയും അകറ്റുക, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സന്തോഷം ഇല്ലാതാക്കുക, അങ്ങനെ എന്നേക്കുമായിട്ട് നിങ്ങളെ അകറ്റാൻ കഴിയുമെങ്കിൽ അത് ശ്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ നിങ്ങൾക്ക് എതിരെ ചില കള്ളക്കഥകൾ നിങ്ങളുടെ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ചില പ്രശ്നങ്ങൾ, അവരുടെ ചില ധാരണകൾ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിയെ ചിലപ്പോൾ ബാധിച്ചേക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ അത് മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം, ബാധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ചില വേദനകൾ ഉള്ളത് മൂലം നിങ്ങളോട് ചില പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തി പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷേ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ആ വ്യക്തിയുടെ ഹൃദയം തന്നെ ഇപ്പോൾ നിങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ പോകുമ്പോൾ കുറച്ച് കണ്ണുനീർ തുള്ളികൾ കൊണ്ട് ആ ഹൃദയം വിങ്ങിപ്പൊട്ടും. കാരണം ഒരിക്കലും ആ വ്യക്തിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. മറ്റാരും ഇല്ല ആ ഹൃദയത്തിൽ. എത്ര ഇണങ്ങിയാലും പിണങ്ങിയാലും നിങ്ങൾ മാത്രമുള്ളൊരു ഹൃദയമാണത്. മറ്റാർക്കും അവിടെ സ്ഥാനമില്ല, മറ്റാരും അവിടെ ഇല്ല. അടുത്തതായിട്ട് ചാര നിറത്തിലുള്ള ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഹൃദയത്തിൽ എപ്പോഴും ഒരു നെരിപ്പോടിരിയുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ അങ്ങോട്ട് ഇട്ടു പോകാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങളെ മാത്രം തനിച്ചാക്കി പോകാൻ കഴിയില്ല. ഹൃദയത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ഞെരിപ്പോടുകളും എരിയുന്ന സമയത്ത് നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോട് വഴക്കടിച്ചേക്കാം, നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം. അത് നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ്, നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ അധികാരം കാണിക്കലായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ആ വ്യക്തിക്ക് നിങ്ങളെ മാറ്റി മറിക്കാനോ നിങ്ങളെ വിട്ടിട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. അതിന് തെളിവുകളുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വേദനകളുള്ളപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ സാന്ത്വനമേകാനും ആ വ്യക്തിക്ക് പ്രതീക്ഷയേകാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ.
നിങ്ങളെ കണ്ടുകൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഒരുപാട് ചതികളും വഞ്ചനകളും ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ വ്യക്തി പരിചയപ്പെട്ട, ആ വ്യക്തിയുമായി സംസാരിച്ച, പെരുമാറിയ, ഇഷ്ടപ്പെട്ട പലരും ആ വ്യക്തിയെ വഞ്ചിച്ചിട്ടുണ്ട്. ആ വഞ്ചനകളുടെയൊക്കെ ഞെരിപ്പോടുകൾ ഇപ്പോഴും ആ വ്യക്തിയുടെ നെഞ്ചിലെരിയുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി തനിക്ക് പറ്റിയ നഷ്ടങ്ങൾക്കിടയിൽ തനിക്ക് കിട്ടിയ ഒരു ലാഭം എന്നുള്ളത് കരുതുന്നത് നിങ്ങളെയാണ്. നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും മാത്രമാണ് ആ വ്യക്തിക്ക് ശക്തി പകരുന്നത്. ഒരുപാട് വേദനകൾ കൊണ്ട് മരവിച്ച മനസ്സിൽ ഒരു സാന്ത്വനമായി, വെളിച്ചമായിട്ട് നിങ്ങളാണുള്ളത്. ആ നിങ്ങളോട് ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തി നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു പെരുമാറ്റവുമായി വന്നെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമം അതിലുണ്ട്. ഇപ്പോൾ ആ വ്യക്തി അതിൽ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. തനിക്ക് മുമ്പ് നേരിട്ടേണ്ടി വന്ന വേദനകളെക്കാളും ദുഃഖങ്ങളെക്കാളും നഷ്ടങ്ങളെക്കാളും നിങ്ങളുടെ മനസ്സ് വേദനിച്ചോ എന്നുള്ളൊരു നഷ്ടബോധം ആ വ്യക്തിയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ആ വ്യക്തിക്കൊരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കടന്നു പോകാൻ കഴിയില്ല. എത്ര വേദനകൾ സമ്മാനിക്കപ്പെട്ടാലും, എത്ര ദുഃഖങ്ങൾ മനസ്സിൽ അനുഭവിക്കേണ്ടി വന്നാലും, നിങ്ങൾ എന്ന ആ ഒരു പൊതുവികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുടനീളം അലയടിക്കുന്ന നിങ്ങളെന്ന ആ ശബ്ദത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് പോകാൻ കഴിയില്ല. ഇനി ആ വ്യക്തി വിചാരിച്ചാൽ പോലും ആ വ്യക്തിക്ക് അതിന് ശക്തിയില്ല. കാരണം നഷ്ടങ്ങളുടെ ആയിരക്കണക്കിന് കണക്കുകൾക്കപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് പ്രതീക്ഷയുടെ ഒരേ ഒരു തരിമ്പ് നിങ്ങളാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹം കൊണ്ടാണ് ആ വ്യക്തി ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് ആ വ്യക്തി കൃത്യമായിട്ടറിയാം. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തി തകർന്നു പോകുമായിരുന്നു. മാനസികമായും മറ്റെല്ലാ തലത്തിലും നിങ്ങൾ നൽകിയ പിന്തുണ, ആ പിന്തുണയുടെ ബലത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നീട് തനിക്കൊന്നും വേണ്ട, തനിക്ക് ഈ ഭൂമുഖത്തിനൊന്നും നേടാനില്ല എന്ന് പറഞ്ഞ് മാത്രമേ ആ വ്യക്തി നിൽക്കുകയുള്ളൂ. പിന്നെ നിങ്ങളോട് പറഞ്ഞത് കാര്യങ്ങൾ, നിങ്ങളോട് വെട്ടി തുറന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കാം. അത് ആ വ്യക്തിയുടെ ആ സമയത്തെ ഒരു ദുഃഖം കൊണ്ട് പറഞ്ഞതാകാം. ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ദുഃഖത്താൽ ആ വ്യക്തിയുടെ മനസ്സ് തകർന്ന് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് ഒന്നുമില്ല. ആ പറഞ്ഞതിൽ തന്നെ കുറ്റബോധം ഉണ്ടായിട്ട് ആ വ്യക്തിയുടെ മനസ്സുരുകുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ച് എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയാനായ ആ വ്യക്തി വെമ്പൽ കൊള്ളുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.